എല്ലാ പ്രേക്ഷകർക്കും ഡബിൾ ഹോഴ്സ് ഈസി കുക്കിലേക്ക് സ്വാഗതം. ഡബിൾ ഹോഴ്സ് ഈസി കുക്കിൽ മട്ടൻ ലിവർ കൊണ്ടൊരു ഐറ്റമാണ് ചെയ്തത്. പക്ഷേ ലിവർ കൊണ്ട് മാത്രം ഒരു ഐറ്റം, അതും വളരെ രുചികരമായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വാച്ച് ചെയ്യാം. അതിനുവേണ്ട ചേരുവകൾ: മട്ടൻ്റെ ലിവർ സ്ലൈസ് ചെയ്തത്, കുരുമുളക് പൊടി, ഉപ്പ്, റിഫൈൻഡ് ഓയിൽ, ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി, സവള അരിഞ്ഞത്, മല്ലിയില, പച്ചമുളക്, ഇവയാണ് ഇതിന് വേണ്ട ചേരുവകൾ. നമുക്കിനി ഇത് പാചകം ചെയ്യാം. ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെക്കുക, സ്റ്റവ് കത്തിക്കുക, റിഫൈൻഡ് ഓയിൽ. നമുക്ക് മലയാളികൾക്ക് എന്തോ ലിവറിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ചില റെസ്റ്റോറൻറ്റുകളിൽ ഒക്കെ ലിവർ പ്രത്യേകിച്ച് ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. വീടുകളിൽ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ടൊക്കെ അത്ര സുപരിചിതമല്ല ലിവറിൻ്റെ ഡിഷുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈസി കുക്കിൽ നമ്മൾ ലിവറിൻ്റെ ഒരു ഐറ്റം ചെയ്തേക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ വേകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ വഴന്ന് കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മൾ സ്ലൈസ് ചെയ്തതിനേക്കാളും. അതിലേക്ക് പച്ചമുളക്, കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ലിവർ, ആവശ്യത്തിന് ഉപ്പ്, പക്ഷേ ലിവർ രുചി കിട്ടണമെങ്കിൽ അധികം വേവിക്കരുത്. ഒരു 3 മിനിറ്റ് നേരത്തെ കുക്കിംഗ് ടൈമേ ഉള്ളൂ ലിവറിന്. അപ്പം അധികം വേവിക്കാതെ പെട്ടെന്ന് ചേരുവകളൊക്കെ ചേർക്കുക. ലിവറിൻ്റെ അകത്തോട്ട് ബാക്കിയുള്ള ഉപ്പ് നമ്മൾ ചേർത്തു. ഇനി അടുത്ത് ചേർക്കേണ്ട കുരുമുളകാണ്. അപ്പോൾ എരിവിന് കുരുമുളകാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ തക്കാളി. ലിവറിൻ്റെ ഡിഷ് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ ലിവറായി ഇനിയിപ്പം ബ്രെയിൻ്റെ ഡിഷുകൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന പായ, അപ്പം ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ പരിചയമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഈസി കുക്കിൽ കൂടി. ഇനി ചേർക്കേണ്ട മല്ലിയിലയാണ്. ഇത് പെരൻ്റെ ഒരു അരപ്പാണ്, ചാറായിട്ടൊന്നുമില്ല, എന്നാൽ അങ്ങ് ഡ്രൈ അല്ല, നമ്മൾ ചുക്കാവറവിലൊക്കെ പോലെ ഡ്രൈ അല്ല. സവളയുടെയും തക്കാളിയുടെയും ഒക്കെ അരപ്പൊക്കെ പെരണ്ട്. അപ്പോൾ ഈ ലിവർ കഴിക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ ഈ അരപ്പും കുരുമുളകിൻ്റെ രുചിയും തക്കാളിയുടെ ആ പുളിയും ഒക്കെ ആകുമ്പോഴത്തേക്ക്, മല്ലിയിലയുടെ ആ രുചിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും ലിവറിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആ ഡിഷ് റെഡിയായി കഴിഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ടം ഒത്തിരി വേവിക്കൊന്നും വേണ്ട, അധികം സമയമെടുത്ത് വേവിച്ച് വേഗം തോറും ലിവറാണേലും പ്രോൺസ് ആണേലും മുട്ടയാണേലും ഒക്കെ അങ്ങ് വെന്ത് ഇതങ്ങ് ഹാർഡാകും, ഒരു റബ്ബർ പോലെ ആവും. അധികം വേവിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കൊരു പ്ലാറ്റിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടി എടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇന്നത്തെ ഡിഷ് കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ ഞാൻ ലിവറാണ് നമ്മൾ ചെയ്തത്. ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ വിഭവമായിട്ട് നമുക്ക് നാളെ രാത്രി വീണ്ടും കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.